വൈ ഡു ഐ ഫോൾ ഫ്രം ദ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഫോർ നോ ഒബ്വിയസ് റീസൺ? പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ എന്തുകൊണ്ടാണ് ഞാൻ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ നിന്ന്, ആനന്ദകരമായ അവസ്ഥയിൽ നിന്ന് വീണു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡസ് ദി ഈഗോ എഫക്റ്റ് മീ ഇൻ സച്ച് സിറ്റുവേഷൻസ്? ഇത്തരം സാഹചര്യങ്ങളിൽ ഈഗോ എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത്? എൻ ഓവർവെൽമിങ് സാഡ്നെസ് പുൾസ് മീ ഡൗൺ ഫ്രം ദ സോഴ്സ്. ആഴത്തിലുള്ള ഒരു ദുഃഖം എന്നെ താഴേക്ക് വലിച്ചിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് നമ്മൾ ആത്മവിചാരം ചെയ്യുന്നവർക്ക് ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും അവസ്ഥ അനുഭവിച്ചറിഞ്ഞ ശേഷം പിന്നെ ഒരു കാരണവുമില്ലാതെ ദുഃഖത്തിലേക്ക് വലിച്ചെറിയപ്പെടുക എന്നുള്ളത് പല സാധകർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ബട്ട് വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. വൈ? ബിക്കോസ് വി കാൺട്ട് അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം വരും. നമുക്ക് ഈ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ഏത് ലെവലിലും നമ്മൾ താഴേക്ക് ഇറങ്ങും. പക്ഷേ ഈ ഒരു അനുഭവം, പ്രത്യേകിച്ച് ഈ ആനന്ദത്തിൻ്റെ അനുഭവം നമുക്ക് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അവിടുന്ന് വീഴുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ വീഴ്ചയെക്കുറിച്ച് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, പിന്നെ വേദാന്ത ദർശനങ്ങളിലും പറയുന്നുണ്ട്. ഈ പറഞ്ഞ ചോദ്യം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിത്രീകരിക്കാം. ആനന്ദകരമായ അവസ്ഥയിൽ നിന്ന് വീണു പോവുകയാണ് താഴേക്ക്. എവിടേക്കാണ്? ദുഃഖം എന്നെ താഴേക്ക് വലിച്ചിടുന്നു എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. അപ്പോൾ ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ പ്രാക്ടീസിലൂടെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ എത്തുന്ന ആ ഒരു ആനന്ദാവസ്ഥയുണ്ടല്ലോ, ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, അത് ശരിക്കും നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണോ എന്ന് ചോദിക്കണം. ദാറ്റ് എക്സ്പീരിയൻസ് ദറ്റ് യു ഹാവ്, നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു അവസ്ഥയാണോ അത് എന്ന് ആദ്യം ചോദിക്കണം. ആണെങ്കിൽ അതെവിടെയാണ് ഉണ്ടാവുക? മറ്റെവിടെയെങ്കിലും ആയിരിക്കും അല്ലേ? നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാധനം നിങ്ങളുടെ പക്കലില്ലല്ലോ, വേറെ എവിടെയെങ്കിലും ആകണ്ടേ. എനിക്ക് ഈ ഒരു ആനന്ദകരമായ അവസ്ഥയിൽ എത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ചെറിയ ഒരു പിശകുണ്ട്. കാരണം നമ്മൾ പറയുകയാണ് ഈ ആനന്ദത്തിൻ്റെ അവസ്ഥ മറ്റെവിടെയോ ആണ് എന്ന്. സത്യം അതാണോ? അല്ല. ഈ ആനന്ദത്തിൻ്റെ അവസ്ഥ ശരിക്കും നമ്മൾ നേടിയെടുക്കുന്ന ഒന്നല്ല. പിന്നെന്താണത്? അത് നമ്മുടെ യഥാർത്ഥ സ്വരൂപമാണ്, നമ്മുടെ യഥാർത്ഥ സത്തയാണ്. നമ്മൾ തന്നെയാണ് ശരിക്കും ആ ആനന്ദത്തിൻ്റെ അനുഭവം. നമ്മൾ ശരീരമാണെങ്കിലോ അപ്പോൾ തിരിച്ചായിരിക്കാം, ആ ആനന്ദത്തിൻ്റെ അനുഭവം വേറെ എവിടെയാണ്. പക്ഷേ ഇവിടെ ചോദ്യം നമ്മൾ ശരീരമാണോ എന്നാണ്. ശരീരം എന്ന് പറയുമ്പോൾ 5 ശരീരങ്ങൾ വരും അല്ലേ? പഠിച്ചതാണല്ലോ. നമ്മൾ ശരീരമാണോ? അല്ല. നമ്മൾ ശരീരമല്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മൾ ആത്മാവാണ്. വി ആർ ദ സെൽഫ്, വി ആർ ബ്രഹ്മൺ. അതാണല്ലോ ഉപനിഷത്തും പറയുന്നത് അല്ലേ? അയം ആത്മാ ബ്രഹ്മ എന്നാണ്. ദിസ് ആത്മൻ, ദിസ് സെൽഫ് ഇസ് ബ്രഹ്മൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആത്മാവാണെങ്കിൽ, ഞാൻ ബ്രഹ്മമാണെങ്കിൽ, ഈ ആനന്ദം എന്നത് ആത്മാവിൻ്റെ സഹജമായ ഒരു ഗുണമാണ്, ഒരു നേച്ചറാണ്. ഇറ്റ്സ് ദ വെരി നേച്ചർ ഓഫ് ബ്രഹ്മൺ. ലൈക്ക് സ്വീറ്റ്നെസ് ഇൻ ദ ഷുഗർ. പഞ്ചസാരയിൽ മധുരം എന്നുള്ളത് പോലെ തന്നെയാണ്. പഞ്ചസാര മധുരമുള്ളതാക്കാൻ അതിൽ മധുരം നമുക്ക് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ നത്തിങ് നീഡ്സ് ടു ബി ആഡഡ് ടു ഷുഗർ ടു മേക്ക് ഇറ്റ് സ്വീറ്റ്. കാരണം എന്താണ്? ആ ഷുഗറിൻ്റെ നേച്ചർ തന്നെ സ്വീറ്റ്നെസ് ആണ്. അതുപോലെ തന്നെ ഇഫ് യു ആർ ആത്മൻ, ഈ ആത്മൻ്റെ ഒരു നേച്ചറാണ് ആനന്ദ എന്ന് പറയുന്ന അവസ്ഥ. ആണ് അയം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ ആത്മാവ് പരമസത്യമായ ആ ബ്രഹ്മത്തിൽ നിന്നും വ്യത്യസ്തമല്ല. ഇറ്റ് ഈസ് ദ സെയിം, വിച്ച് മീൻസ് യു ആർ ആത്മ ആൻഡ് യു ആർ ബ്രഹ്മൺ. ആ ബ്രഹ്മൻ്റെ നേച്ചറാണ് എന്ത്? ആനന്ദം. എപ്പോഴും അത് ഉള്ളതാണ്, എപ്പോഴും പൂർണ്ണമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു ആ ബ്രഹ്മൻ്റെ ആനന്ദം എന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ശരിക്കും ആനന്ദം നേടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ മറയ്ക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് ഇഗ്നറൻസ് എന്ന് പറയുന്നത്, അജ്ഞാനം. ഈ അജ്ഞാനത്തിൻ്റെ മറയെ നമ്മൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആക്ച്വലി യു ആർ ബ്രഹ്മൺ, സോ യു ആർ ആനന്ദ, ബട്ട് യു ആർ നോട്ട് എക്സ്പീരിയൻസിങ് ഇറ്റ്
ബിക്കോസ് സംതിങ് ഹാസ് വെയിൽഡ് ഇറ്റ്, കവറപ്പ് ചെയ്തിട്ടുണ്ട്. ആ കവർ ചെയ്തിട്ടുള്ള മറയെ നമ്മൾ നീക്കം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ വീഴ്ച എന്ന് ചോദിക്കും അല്ലേ? ഈ വീഴ്ച ആത്മാവിൽ നിന്ന് ആണോ? ഈ വീഴ്ച ശരിക്കും ആത്മാവിൽ നിന്നുള്ളതല്ല. കാരണം നിങ്ങളുടെ ആത്മാവാണ് ഫൗണ്ടേഷൻ എല്ലാ അനുഭവങ്ങളുടെയും. ഈവൺ ദ സാഡ്നെസ് ദറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട്, ആനന്ദ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദാറ്റ് സാഡ്നെസ്. ഈ അനുഭവിക്കുന്ന സങ്കടം ആനന്ദത്തിൻ്റെ ഫൗണ്ടേഷനിലാണ് ശരിക്കും ഉണ്ടാക്കപ്പെട്ടത്. പക്ഷേ ആനന്ദം എന്ന ആ അനുഭവം ബ്രഹ്മത്തിലാണല്ലോ, സെൽഫിലാണല്ലോ. ആ സെൽഫ് മറയ്ക്കപ്പെടുന്ന സമയത്ത് പിന്നെ നമുക്ക് ആനന്ദം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ വീഴ്ച എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഞാൻ എന്ന അഹംഭാവത്തിൻ്റെ ഒരു പുനർജന്മമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനാണ് നമ്മൾ സാധാരണ ആളുകൾ വീഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ ഈഗോ ശരീരമായും മനസ്സുമായും തെറ്റായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു, താതാത്മ്യം പ്രാപിക്കുന്നു. ഈ സെൽഫ് തന്നെ ഈഗോ ആയി മാറിയ ശേഷം എങ്ങനെയാണ് ഈഗോ ആയിട്ട് മാറുന്നത്? വെൻ ഇറ്റ് ഐഡൻറ്റിഫൈസ് ഇറ്റ് സെൽഫ് വിത്ത് ബോഡി ആൻഡ് മൈൻഡ്. അപ്പോൾ ഈ താതാത്മ്യം നമ്മുടെ ശ്രദ്ധയെ എവിടേക്ക് കൊണ്ടുപോകുന്നു? നമ്മുടെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ആ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മളെ മാറ്റുന്നു. എന്നിട്ട് എവിടേക്ക് പോകുന്നു? ഡുവാലിറ്റിയിലേക്ക് എത്തുന്നു, ദ്വന്ദ്വാനുഭവങ്ങളിലേക്ക് എത്തുന്നു. ആ ഡുവാലിറ്റിയിൽ പല പല ലിമിറ്റേഷൻസും ഉണ്ട്. അവിടെ സാഡ്നെസ് ഉണ്ട്. ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ആ ഫൗണ്ടേഷനിൽ നിന്നും ഒന്ന് തെന്നി മാറുമ്പോഴാണ്. പക്ഷേ ആ ഒരു സമയത്തും ഈവൺ വൈൽ യു ആർ എക്സ്പീരിയൻസിങ് സാഡ്നെസ്, യുവർ ട്രൂ നേച്ചർ ഹാസ് നോട്ട് ചേഞ്ച്ഡ്. യുവർ ട്രൂ നേച്ചർ റിമെയിൻസ് ആസ് ആനന്ദ ഈവൺ വെൻ യു ഹാവ് സ്ലിപ്ഡ് ഫ്രം ദെയർ. കാരണം ഈ ആനന്ദം ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അനുഭവമല്ല, നിങ്ങളാണ്. ആ നിങ്ങൾ എന്ന സ്വരൂപത്തിന് മാറ്റം വരുത്താൻ കഴിയില്ല. പഞ്ചസാരയിലുള്ള മധുരം അവിടെ തന്നെയുണ്ട്. കഷായം കുടിച്ച ഗ്ലാസ്സിൽ മാംഗോ ജ്യൂസ് ഒഴിച്ചാൽ ജ്യൂസിന് കയ്പ്പ്. മാംഗോ ജ്യൂസിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ ശരിയായ നേച്ചറിൽ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ചോദ്യം ഹാവ് യു ഫോളൺ എന്നാണ്. ആക്ച്വലി നോ, യു ഹാവ് നോട്ട് ഫോളൺ. വാട്ട് ഹാസ് ഹാപ്പൻഡ്? ദ ഈഗോ ഹാസ് റിസൺ. അപ്പോൾ തിരിച്ചാണ് നമ്മളിത് കാണിക്കേണ്ടത്. യു ഹാവ് നോട്ട് ഫോളൺ. ബ്ലിസ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം, സെൽഫിൻ്റെ അനുഭവം അവിടെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ തെന്നി മാറിയ ശേഷം ഈഗോ ആയി മാറി. ബിക്കോസ് യുവർ ട്രൂ സെൽഫ് കനോട്ട് ഫോൾ, യു കനോട്ട് ഫോൾ, ഓൺലി ഈഗോ ക്യാൻ റൈസ്. അതാണ് സംഭവം. അപ്പോൾ എന്താ വേണ്ടത്? ഈ ഈഗോ എന്ന ഐഡൻറ്റിഫിക്കേഷൻ മാറിയാൽ മതി. നിങ്ങൾ സാഡ്നെസ് ഒന്നും മാറ്റാൻ നോക്കണ്ട, അത് പറ്റില്ല. നിങ്ങൾ എത്രത്തോളം സാഡ്നെസ്സിനെ മാറ്റാൻ നോക്കുന്നു അത്രത്തോളം സാഡ്നെസ് നിങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കും. ഒരു വിഷയം മാറി മറ്റൊരു വിഷയം വരും, ആ വിഷയം മാറി വേറൊരു വിഷയം വരും. വിഷയങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. വൈ? ബിക്കോസ് യു ആർ ഇൻ ദാറ്റ് പ്ലെയിൻ. വിഷയാനുഭവങ്ങളുടെ പ്ലെയിനിൽ നിൽക്കുമ്പോൾ പല വിഷയങ്ങളും കയറി വരും. സോ വെൻ യു ഹാവ് റിസൺ ആസ് ദി ഈഗോ, ഓൾ ദീസ് തിങ്സ് വിൽ കം ആൻഡ് യു വിൽ സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ദം. അപ്പോൾ അതിന് ഓരോന്നിനും ടാക്കിൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മുടെ ജോലി അതല്ല. നമ്മൾ ജ്ഞാനമാർഗത്തിൽ അങ്ങനെയല്ല പോകുന്നത്. വി ഡോണ്ട് ട്രൈ ടു മാനിപ്പുലേറ്റ് എനിത്തിങ്. നമ്മൾ നമ്മളുടെ ട്രൂ സോഴ്സിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. സോ യു മസ്റ്റ് ഗിവ് അപ്പ് യുവർ റോൾ ആസ് ദ ഈഗോ. യു ഹാവ് ടേക്കൺ ദ റോൾ ഓഫ് ഈഗോ. അതാണ്, നിങ്ങൾ ആ വേഷം ധരിച്ചു. ആ വേഷം ധരിക്കുമ്പോൾ ആ വേഷത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരും. സോ യു മസ്റ്റ് റിസൈൻ ഫ്രം ദാറ്റ് പോയിൻറ്റ്. ആ ഈഗോ എന്നുള്ള ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ റോളുണ്ടല്ലോ, അതിൽ നിന്നും മാറണം, റിസൈൻ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാൻ? മഹർഷി ഉള്ളതു 40 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇഫ് ദ ഈഗോ കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് എവറിത്തിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. ഇഫ് ദ ഈഗോ ഡസ് നോട്ട് എക്സിസ്റ്റ് എവറിത്തിങ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദ ഈഗോ ഇറ്റ് സെൽഫ് ഇസ് എവറിത്തിങ്. അപ്പോൾ എല്ലാത്തിനും മൂല കാരണമായ ഞാൻ എന്ന അഹങ്കാരം റൈസ് ചെയ്താൽ, ഉദിച്ചാൽ എല്ലാ മായ കാഴ്ചകളും മുമ്പിൽ തെളിയും എന്നാണ് മഹർഷി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഫ് ദ ഈഗോ ഡസ് നോട്ട് എക്സിസ്റ്റ് എവറിത്തിങ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അഹങ്കാരമില്ലെങ്കിൽ ഒന്നുമില്ല. ദ ഈഗോ ഇറ്റ് സെൽഫ് ഇസ് എവറിത്തിങ്. ഈ അഹങ്കാരം തന്നെയാണ് എല്ലാം ആയി നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഈഗോ ആണ് സാഡ്നെസ് ആയി മാറിയത്. സെൽഫിൻ്റെ യഥാർത്ഥ നേച്ചർ ആനന്ദം എന്ന് പറഞ്ഞ പോലെ
ഈഗോൻ്റെ യഥാർത്ഥ നേച്ചർ മാറിക്കൊണ്ടിരിക്കും. പല പല അനുഭവങ്ങളിലും പലതുമായിട്ട് വരും. പക്ഷെ അതൊന്നും ട്രൂ അല്ല. സോ യു ആർ നോട്ട് ഫോളിങ് ഇൻ ടു സാഡ്നെസ്. യു ആർ സിംപ്ലി റൈസിങ് ആസ് ദ ഈഗോ വിച്ച് ഹാസ് സാഡ്നെസ് ആസ് ഇറ്റ്സ് പ്രോപ്പർട്ടി. അതുണ്ട്. എങ്ങനെയാണോ ഷുഗറിന് സ്വീറ്റ്നെസ് പ്രോപ്പർട്ടി ആയിട്ടുള്ളത്, അതുപോലെ ഈഗോന് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ എന്ത് വേണം? ദെർഫോർ നോ ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് വാട്ട് ദിസ് ഇസ് എലോൺ ഇസ് ഗിവിങ് അപ്പ് എവറിത്തിങ്. അതുകൊണ്ട് അഹന്തയിൽ പൊന്തി വരുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ ഞാൻ എന്ന വികാരം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഉള്ളിലേക്ക് അന്തർമുഖമായി നമ്മൾ ശ്രദ്ധയോടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് വേണ്ടത്, ആരായുകയാണ് വേണ്ടത്. ഇതാണ് ശരിക്കും റിനൺസിയേഷൻ എന്ന് പറഞ്ഞാൽ. സർവസംഘ പരിത്യാഗപരമായിട്ടുള്ളൊരു സന്യാസമാണ്. ശരിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കാഷായ വസ്ത്രം ധരിച്ചിട്ട് പോകലൊന്നുമല്ല. ശരിക്കും സന്യാസം ഇതാണ്. യു ഗിവ് അപ്പ് എവറിത്തിങ് ആൻഡ് യു ഗോ വിതിൻ, ഇൻവെസ്റ്റിഗേറ്റ്. എങ്ങനെ ചെയ്യണം? ഇവിടെ ഈ സാഡ്നെസ് ആണല്ലോ വന്നത്. സോ ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു ഇറ്റ്സ് നേച്ചർ. ഹൂ ഇസ് എക്സ്പീരിയൻസിങ് ദ സാഡ്നെസ് എന്ന് മാത്രമേ ചോദിക്കണ്ടൂ. സാഡ്നെസ്സിനെ വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈഗോ എന്ന സ്ഥാനത്തിൽ നിന്നും മാറുന്നില്ല, പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതേ അറിയുള്ളൂ, എല്ലാവർക്കും അതേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളിൽ അതിനെപ്പറ്റിയൊന്നും അധികം പറയുന്നില്ല, അല്ലേ? നമ്മൾ ശരിക്കും എന്ത് തുടങ്ങിയാലും അവസാനം എത്തുന്നത് ആരിലേക്കാണ്? ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ദിസ് സാഡ്നെസ്. അപ്പോൾ എന്താ ആൻസർ വരിക? ഐ എന്ന പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. കാരണം മഹർഷി പറഞ്ഞിട്ടുള്ള സൂത്രം അവിടെയുണ്ട്, ഹൂ ആം ഐ. അപ്പോൾ എന്താ സംഭവിക്കുക? ഹൂ ആം ഐ എന്നുള്ള പ്രോസസ്സിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളവിടെ അന്വേഷിക്കുമ്പോൾ ആ ഈഗോ ഇല്ലാതെയാകും. ആ ഈഗോ ഇല്ലാതെയാകുമ്പോൾ ദറ്റ് ഈഗോ ദറ്റ് ഹാഡ് റിസൺ ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി. ഈഗോ അപ്രത്യക്ഷമാകുമ്പോൾ പിന്നെ സാഡ്നെസ്സിന് നിലനിൽക്കാൻ കഴിയില്ല. അതൊരു മറയായിരുന്നു, അല്ലേ? ആ മറ നീങ്ങുന്ന സമയത്ത് നാച്ചുറലി ആനന്ദം എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങും. അപ്പോഴും ഞാൻ ആനന്ദ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഈഗോ ഉണ്ട്. ബിക്കോസ് ആനന്ദ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യു ആർ ആനന്ദ. ഓക്കെ, സോ വെൻ യു ആർ നോട്ട് വിജിലൻറ്റ് ഇനഫ്, വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ റൈസ് as ego, and when you rise as ego, you will have all the experiences of that limited I, that small I. ഇപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായല്ലോ?